ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നെറ്റ്വർക്ക് എന്താണെന്നും ദെൻ അതിലുള്ള ഡിഫറെൻറ്റ് കാറ്റഗറീസും അതിലുള്ള ടോപ്പോളജീസും ദെൻ OSI ലെയേഴ്സും അതുപോലെ TCP/IP ലെയേഴ്സൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലേ. സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സ്വിച്ചിങ് ആണ്. വാട്ട് ഈസ് എ സ്വിച്ചിങ്? Switching is a technique of transferring information from one computer network to another network is known as switching. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നിന്നും വേറൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് ഡാറ്റ ട്രാൻസ്ഫറിങ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്വിച്ചിങ് എന്ന് പറയാം. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നിന്നും വേറൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫറിങ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് സ്വിച്ചിങ് എന്ന് പറയാം. സ്വിച്ചിങ് ഇൻ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് അച്ചീവ്ഡ് ബൈ യൂസിങ് സ്വിച്ചസ്. നമുക്കറിയുണ്ടാവും, ഡാറ്റ ട്രാൻസ്ഫറിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സ്വിച്ച്, ഹബ്ബ്, റിപ്പീറ്റേഴ്സ്, ഇങ്ങനെയുള്ള കുറച്ച് ഡിവൈസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്വിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്വിച്ചിങ് എന്നുള്ള ടെക്നിക്ക് നമുക്ക് പോസിബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് എന്ത്? സ്വിച്ച് എന്നുള്ളത്. ഓക്കെ, എ സ്വിച്ച് ഈസ് എ സ്മാൾ ഹാർഡ്വെയർ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ജോയിൻ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ടുഗദർ വിത്ത് വൺ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഒരു ലാനിൽ നമ്മൾ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്മോൾ ഡിവൈസാണ് എന്ത്? സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡിവൈസസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്വിച്ചിങ് എന്നുള്ള ടെക്നിക്ക് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വിച്ചസ് ഉണ്ട്. മെയിൻലി 3 ടൈപ്സ് ആണ് പറയുന്നത്. സർക്യൂട്ട് സ്വിച്ചിങ്, ദെൻ അതുപോലെ തന്നെ പാക്കറ്റ് സ്വിച്ചിങ് ഉണ്ട്, മെസ്സേജ് സ്വിച്ചിങ് ഉണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് നമുക്ക് സർക്യൂട്ട് സ്വിച്ചിങ് എന്താണെന്ന് നോക്കാം. സർക്യൂട്ട് സ്വിച്ചിങ് is a switching technique that establishes a dedicated path between sender and receiver. സർക്യൂട്ട് സ്വിച്ചിങ്ങിൽ മെയിൻലി നമ്മൾ സെൻഡർ ടു റിസീവർ ഒരു ഡാറ്റ പാസ് ചെയ്യാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാറ്റനെ ട്രാൻസ്ഫർ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ആ സെൻഡർ ടു റിസീവറിൻ്റെ ഇടയിൽ ഒരു ഡാറ്റ പാത്ത് നമ്മൾ ഏത് രീതിയിൽ ഏത് പാത്തിലൂടെ അല്ലെങ്കിൽ ഏത് റൂട്ടിലൂടെ നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യണം എന്നുള്ള ഒരു പാത്ത് അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സ്വിച്ചിങ് ടെക്നിക്കിനെയാണ് നമ്മളെന്ത് പറയുന്നത്? സർക്യൂട്ട് സ്വിച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നോക്കുക, A to B എന്നുള്ളതിൽ നമ്മളൊരു മെസ്സേജ് സെൻഡ് ചെയ്യുകയാണ്. അങ്ങനെ മെസ്സേജ് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരുപാട് പാത്ത് നമുക്ക് ഉണ്ട് അല്ലേ. ഇതിൽ നമുക്ക് ഏത് രീതിയിലുള്ള പാത്തിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഈ സർക്യൂട്ട് സ്വിച്ചിങ്ങിൻ്റെ കേസിൽ ഇവിടെ ഒരു ഡെഡിക്കേറ്റഡ് പാത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കേസിൽ മെസ്സേജ് നമ്മൾ സെൻഡ് ചെയ്യുന്ന ആ ഒരു പാത്ത്, അതിൻ്റെ റൂട്ട് കാണുന്നുണ്ടോ വരച്ചത്? ഒരു ഡാഷ്ഡ് ലൈൻസ് ആക്കിയിട്ട് വരച്ച് കാണുന്നില്ലേ? അതാണ് അതിൻ്റെ പാത്ത് എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി അവിടെ എന്തുണ്ട്? എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ടാവും. ആ ഒരു പാത്ത് ഏത് രീതിയിൽ പോകണം എന്നുള്ളത് അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്വിച്ചിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർക്യൂട്ട് സ്വിച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഇതിലെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് മെസ്സേജ് പോവായിരുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റാൻഡമായിട്ട് നമുക്ക് മെസ്സേജ് പാസ് ചെയ്യാം. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാത്തിലൂടെ തന്നെ മെസ്സേജ് പോവുകയാണ് ചെയ്യുക. ഓക്കെ, ഇൻ ദ സർക്യൂട്ട് സ്വിച്ചിങ് ടെക്നിക്, once the connection is established, then the dedicated path will remain to exist until the connection is terminate. അതായത് നമ്മൾ A to B ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അതിനുശേഷം അവിടെ ഒരു പാത്ത് എന്ത് ചെയ്യും? ക്രിയേറ്റ് ആവും അല്ലേ. ആ പാത്ത് എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക?
മെസ്സേജസ് ട്രാൻസ്ഫറിങ് നടക്കുക. എന്ത് ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡാറ്റ ട്രാൻസ്ഫറിങ് ഒക്കെ നടക്കുക ഈ ഒരു ഡെഡിക്കേറ്റ് പാത്തിലൂടെ ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വരെ ടെർമിനേറ്റ് ചെയ്യുന്നത് വരെ ഈ ഒരു പാത്ത് അവിടെ എക്സിസ്റ്റ് ആയിരിക്കും. എപ്പോഴാണോ നമ്മൾ ഈ ഒരു കണക്ഷൻ ഡിസ്കണക്റ്റ് ആവുന്നത് അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യുന്നത്, ദെൻ അതുവരെ ഇവിടെ ഈ ഒരു ഡാറ്റ അവിടെ ഉണ്ടായിരിക്കും, ഈ ഒരു പാത്ത് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സർക്യൂട്ട് സ്വിച്ചിങ്ങിൻ്റെ പറയുന്നത്. സർക്യൂട്ട് സ്വിച്ചിങ് ഇൻ എ നെറ്റ്വർക്ക് ഓപ്പറേറ്റ് ഇൻ സിമിലർ വേ ആസ് ദ ടെലഫോൺ വർക്ക്. അതായത് നമ്മൾ ടെലഫോൺ ലൈനിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ഒരാളിലേക്ക് ടെലഫോൺ നടത്തുകയാണ്. അപ്പോൾ അങ്ങനെ കോളിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക, ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വോയിസ് ആയിട്ട് മെസ്സേജായിട്ട് പാസ് ചെയ്യാം. ഓക്കെ, വോയിസ് മെസ്സേജ് പാസ് ചെയ്യാം. അങ്ങനെ അത് എപ്പോഴാണോ നമ്മളത് ഡിസ്കണക്റ്റ് ചെയ്യുന്നത് അതുവരെ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതുപോലെയുള്ള ടെലിഫോൺ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് സർക്യൂട്ട് സ്വിച്ചിങ്ങിലും. അവിടെ ഒരു പാത്ത് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, നമ്മൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവുന്നത് തൊട്ട് കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യുന്നത് വരെ ആ ഒരു പാത്ത് അവിടെ എക്സിസ്റ്റഡ് ആയിരിക്കും. In the case of circuit switching technique, when any user want to send a data, voice, video, a request signal is sent to the receiver, then the receiver send back the acknowledgement to ensure availability of dedicated path. After the receiving acknowledgement, dedicated path transfer the data. അതായത് ഇപ്പോൾ നമ്മൾ എ ടു ബി ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെന്ന് വെക്കുക. ഈ ഒരു പിക്ചറിൽ എ ടു ബി കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം അവിടെ ഒരു പാത്ത് ക്രിയേറ്റ് ആവും ആദ്യം. ഓക്കെ, എ ടു ബി ഒരു ഡാറ്റ സെൻഡ് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, ഒരു പാത്ത് ക്രിയേറ്റ് ആവും. അപ്പോൾ ആ പാത്ത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ബി ടു എ ഒരു മെസ്സേജ് പാസ് ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അക്നോളജ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, എക്ക് വീണ്ടും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ മെസ്സേജ് 1 പാസ് ചെയ്തു, മെസ്സേജ് 2 പാസ് ചെയ്തു, മെസ്സേജ് 3 പാസ് ചെയ്തു. ദെൻ അതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് ബി എന്നുള്ള കമ്പ്യൂട്ടറിൽ നിന്നും അക്നോളജ്മെൻറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ തിരിച്ച് റെസ്പോൺസും ഉണ്ട്. ദെൻ അതുപോലെ തന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള മെസ്സേജസ് പാസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ സർക്യൂട്ട് സ്വിച്ചിങ് ഈസ് യൂസ്ഡ് ഇൻ പബ്ലിക് ടെലിഫോൺ നെറ്റ്വർക്ക്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വോയിസ് ട്രാൻസ്മിഷൻ. വോയിസ് ട്രാൻസ്മിഷനിലാണ് മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത്. ഫിക്സ്ഡ് ഡാറ്റ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് അറ്റ് എ ടൈം ഇൻ സർക്യൂട്ട് സ്വിച്ചിങ് ടെക്നോളജി. ഈ സർക്യൂട്ട് സ്വിച്ചിങ് ടെക്നോളജിയിൽ ഒരു ഫിക്സ്ഡ് ടൈം ഡാറ്റയാണ് നമുക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതിൽ ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും മെസ്സേജ് 1, മെസ്സേജ് 2, മെസ്സേജ് 3, അങ്ങനെ ഒരു ഫിക്സ്ഡ് ഡാറ്റ അവിടെ പ്രൊവൈഡ് ചെയ്യും. ആ ഡാറ്റനെ നമുക്ക് ട്രാൻസ്ഫറിങ് നടത്താനായിട്ട് പറ്റുള്ളൂ. ദെൻ കമ്മ്യൂണിക്കേഷൻ ത്രൂ സർക്യൂട്ട് സ്വിച്ചിങ് ആസ് 3 phases. ഇതിൽ മെയിൻലി 3 phases ഉണ്ട്. ഫസ്റ്റ് ഫേസാണ് സർക്യൂട്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ആദ്യം എന്ത് ചെയ്യും, സർക്യൂട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആവും. ദെൻ ഡാറ്റ ട്രാൻസ്ഫറിങ് നടക്കും. ദെൻ ഫൈനലി സർക്യൂട്ട് ഡിസ്കണക്റ്റ് ആവും. ഒന്നുമില്ല, 3 phases ആണ് ഈ സർക്യൂട്ട് സ്വിച്ചിങ്ങിലുള്ളത്. ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു എ ടു ബി ഡാറ്റ ട്രാൻസ്ഫറിങ് നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആണ്, ഒരു ഡെഡിക്കേറ്റഡ് പാത്ത് അവിടെ എസ്റ്റാബ്ലിഷ് ആണ്. ദെൻ അതിന് ശേഷം എന്ത് ചെയ്യും, സെക്കൻഡ് ഫേസാണ് ഡാറ്റ ട്രാൻസ്ഫറിങ് നടക്കണം. എ ടു ബി ആൻഡ് ബി ടു എ തിരിച്ച് റിവേഴ്സായിട്ടും എന്ത് ചെയ്യണം, ഡാറ്റ ട്രാൻസ്ഫറിങ് നടത്തണം. ദെൻ ഈ കംപ്ലീറ്റ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് സർക്യൂട്ട് ഡിസ്കണക്റ്റ് ആവും. അപ്പോൾ മാത്രമേ നമ്മൾ ഈ പറയുന്ന ആദ്യം നമ്മൾ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള സർക്യൂട്ട് ഡിസ്കണക്റ്റ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് സർക്യൂട്ട് സ്വിച്ചിങ്ങിൽ പറയുന്നത്. നെക്സ്റ്റ് ആണ് മെസ്സേജ് സ്വിച്ചിങ്. മെസ്സേജ് സ്വിച്ചിങ്ങിൽ നമ്മൾ സർക്യൂട്ട് സ്വിച്ചിങ്ങിൽ ചെറിയൊരു ഡീവിയേഷൻ ഉണ്ട്.
That is, message switching is a switching technique in which message is transferred as a complete unit. ഇത് ഒരു കംപ്ലീറ്റ് യൂണിറ്റ് പോലെയാണ് മെസ്സേജസ് പാസ് ചെയ്യുക. ഓക്കെ, നേരത്തെ അവിടെ എന്തുണ്ടായിരുന്നു, ഒരു പാത്ത് ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഒരു കംപ്ലീറ്റ് യൂണിറ്റ് അവിടെ എടുക്കുക ചെയ്യാം മെസ്സേജ് സ്വിച്ചിങ്ങിൽ. In message switching technique, there is no establishment of a dedicated path between sender and receiver. ഈ മെസ്സേജ് സ്വിച്ചിങ്ങിൻ്റെ കേസിൽ സെൻഡർ ടു റിസീവർ യാതൊരു ഡെഡിക്കേറ്റഡ് പാത്തും ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഏത് പാത്തിലൂടെ വേണമെങ്കിലും മെസ്സേജസിനെ പോകാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും എ ടു ബി മെസ്സേജ് പാസ് ചെയ്യാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാത്തുകൾ ഇവിടെ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ മെസ്സേജ് 1 എന്ന് പോയത് ഒരു പാത്തിലൂടെയാണ്. ദെൻ അതുപോലെ തന്നെ മെസ്സേജ് 2 പോയത് വേറൊരു പാത്തിലൂടെയാണ്. അപ്പോൾ ഏത് പാത്തിലൂടെ വേണമെങ്കിലും നമുക്ക് പോകാം. ഒരു ഡെഡിക്കേറ്റഡ് പാത്ത് അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആവണില്ല. ഇതാണ് മെസ്സേജ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. സർക്യൂട്ട് സ്വിച്ചിങ്ങിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എന്താ, കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവുന്നതോടുകൂടി തന്നെ അവിടെ എന്ത് വരും, ഒരു പാത്ത് എക്സിസ്റ്റ് ആവുക ചെയ്യുന്നത്. ആ പാത്ത് നമ്മളത് ഡിസ്കണക്ട് ചെയ്യുന്നത് വരെ അവിടെ ഉണ്ടായിരിക്കും. പക്ഷേ മെസ്സേജ് സ്വിച്ചിങ്ങിൻ്റെ കേസിൽ എന്താണ്, നമ്മൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് പാത്തുകൾ മെസ്സേജ് പാസ് ചെയ്യാനായിട്ട് നമുക്ക് കാണും. ഒരുപാട് റൂട്ടുകൾ ഉണ്ടായിരിക്കും. അത് ഏത് റൂട്ടിലൂടെ വേണമെങ്കിലും നമുക്ക് മെസ്സേജസിനെ പാസ് ചെയ്യാനായിട്ട് പറ്റും. The destination address is appended to the message. അപ്പോൾ ഇതിലെന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് പാത്തുകളുണ്ട് അല്ലേ. അപ്പോൾ എവിടേക്ക് പോകണം, ഏത് നോഡിലേക്ക് പോകണം, അല്ലെങ്കിൽ ഏതൊരു കമ്പ്യൂട്ടറിലേക്ക് മൂവ് ചെയ്യണം എന്നുള്ളത് ആ ഒരു റിസീവറിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഈ മെസ്സേജിന് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും, അപ്പൻഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് മെസ്സേജിന് കൂടെ തന്നെ അപ്പൻഡ് ചെയ്തിട്ടുണ്ടാവും. Each and every node store the entire message and then forward it to the next node. ഓരോ നോഡിലൂടെ പോകുമ്പോഴും അത് എല്ലാ നോഡിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഈച്ച് ആൻഡ് എവറി നോഡ് ഈ ഒരു എൻ്റയർ മെസ്സേജസിനെ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ തൊട്ടടുത്തുള്ള നെക്സ്റ്റ് നോഡ് ഏതാണോ അവിടേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, this type of network is known as store and forward network. ഈ ടൈപ്പ് ഓഫ് നെറ്റ്വർക്കിനെയാണ് എന്ന് പറയുന്നത് സ്റ്റോർ ആൻഡ് ഫോർവേഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് എ ടു ബി ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തു, അതിൻ്റെ ഇൻ ബിറ്റ്വീനായിട്ട് ഒരുപാട് നോഡുകൾ അവിടെ കാണുന്നുണ്ട് അല്ലേ. S1, S2, S3, S4, S5 ആൻഡ് S6. അപ്പോൾ ഈ ഒരു നോഡുകളിലൂടെ എല്ലാം ഡാറ്റ പോകുന്ന സമയത്ത് ഏതൊക്കെ നോഡിലൂടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു പാത്ത് പോകുന്ന മെസ്സേജ് പോകുന്ന ആ ഒരു പാത്ത് ഉണ്ടാവുമല്ലോ, ആ ഒരു പാത്തിലൂടെ ഉള്ള എല്ലാ നോഡുകളിലും എന്ത് ചെയ്യും, ഈ ഡാറ്റ അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് സ്റ്റോർ ആവും. എന്നിട്ട് അത് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് മെസ്സേജ് സ്വിച്ചിങ്ങിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് സ്റ്റോർ ആൻഡ് ഫോർവേഡ് നെറ്റ്വർക്ക് എന്ന്. ദെൻ മെസ്സേജ് സ്വിച്ചിങ് ട്രീറ്റ് ഈച്ച് മെസ്സേജ് ആസ് ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റി. അപ്പോൾ ഇതിലുള്ള ഓരോ മെസ്സേജസും എന്താണ്, ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് സ്വിച്ചിങ് ആണ് പാക്കറ്റ് സ്വിച്ചിങ്. പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ സർക്യൂട്ട് സ്വിച്ചിങ്ങിൽ നിന്നും മെസ്സേജ് സ്വിച്ചിങ്ങിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്വിച്ചിങ് മെത്തേഡാണ്. In the packet switching is a switching technique in which the message is sent in one go, but it is divided into smaller pieces and they are sent individually. അപ്പോൾ ഇതിൽ ഒരു എൻ്റയർ പാക്കറ്റ് ഉണ്ടാവും. ഈ ഒരു പാക്കറ്റിനെ എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്ത് സ്മോളർ പീസസ് ആക്കി മാറ്റും. എന്നിട്ട് ഈ ഒരു പീസസ് ഇൻഡിവിജ്വലി എന്ത് ചെയ്യാണ്, സെൻഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നോക്കുക, ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും എന്ന് ബിയിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ എയിലുണ്ടായിരുന്നത് ഒരു കംപ്ലീറ്റ് ഡാറ്റ ആയിരുന്നു അല്ലേ. ഒരു 4 ബിറ്റ് അടങ്ങുന്ന ഒരു ഡാറ്റയാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് 2 ബിറ്റ് ആക്കിയിട്ട് മാറ്റി.
എന്നിട്ട് അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തു അല്ലേ. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ലാസ്റ്റ് ബി എന്ന നോഡിലേക്ക് എത്തുമ്പോഴേക്കും എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബി എന്ന നോഡിൽ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ അത് കംപ്ലീറ്റ് ഡാറ്റ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദ മെസ്സേജ് സ്പ്ലിറ്റ്സ് into smaller pieces known as packets, and packets are given a unique number of identify their order at receiving end. അപ്പോൾ നമ്മൾ ഇതിനെ പീസസ് ആക്കി ഡിവൈഡ് ചെയ്തതിന് ശേഷം അതിനെ പറയുന്ന വേറൊരു പേരാണെന്ത്, പാക്കറ്റ് എന്നല്ലേ. ഈ ഒരു പാക്കറ്റിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് എന്ത് കൊടുക്കും, ഒരു യുണീക്ക് നമ്പർ കൊടുക്കും, അതിൻ്റെ ഓർഡർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് റിസീവിങ് എൻഡിലെത്തുന്ന സമയത്ത് നമുക്കതിനെ കമ്പൈൻ ചെയ്യണം അല്ലേ. അപ്പോൾ അതിൻ്റെ ഓർഡർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെന്ത് ചെയ്യും, ഒരു യുണീക്ക് നമ്പർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, then every packet contains some information in its header such as source address and destination address and sequence number. ഒരു പാക്കറ്റിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് സ്മോൾ പീസസ് ആക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഓരോ പാക്കറ്റിലും സോഴ്സ് അഡ്രസ്സ്, ഡെസ്റ്റിനേഷൻ അഡ്രസ്സ്, സീക്വൻസ് നമ്പർ ഇതെല്ലാം കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവും. The packet will travel across the network taking the shortest path as possible. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഒരു പാത്തൊന്നും കൊടുക്കുന്നില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോർട്ടസ്റ്റ് പാത്ത് ഏതാണോ ഉള്ളതെന്ന് നോക്കും. അതായത് ഒരുപാട് ദൂരം യാത്ര ചെയ്യാൻ വയ്യ, അപ്പോൾ എന്ത് ചെയ്യാണ്, ഷോർട്ടസ്റ്റ് പാത്ത് എടുത്തിട്ട് ആ ഷോർട്ടസ്റ്റ് പാത്തിലൂടെയാണ് ഇതെന്ത് ചെയ്യുക, ഈ പാക്കറ്റ്സ് ട്രാവൽ ചെയ്യുക. ഓക്കെ, all packets are reassembled at receiving end in the correct order. അപ്പോൾ ഇതെന്ത് ചെയ്യാണ്, റിസീവിങ് എൻഡിലെത്തുന്ന സമയത്ത് ഇതെല്ലാം എന്തായിരിക്കും, ഒരു കറക്റ്റ് ഓർഡറിലായിരിക്കും. ബിക്കോസ് നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട്, അതിനൊരു സീക്വൻസ് നമ്പർ കൊടുക്കുന്നുണ്ട്. ആ സീക്വൻസ് നമ്പറിൻ്റെ ബേസിലായിരിക്കും പിന്നെ ഇതിനെന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്ത് വെക്കുക. സോ റിസീവിങ് എൻഡിൽ എത്തുന്ന സമയത്ത് ഇതെന്തായിരിക്കും, ഒരു കറക്റ്റ് ഓർഡറിലായിരിക്കും. എങ്ങനെയാണോ സെൻഡർ സെൻഡ് ചെയ്ത ഓർഡർ അതേ ഓർഡറിൽ തന്നെ ആയിരിക്കും റിസീവിങ് എൻഡിൽ എത്തുന്ന സമയത്തും ഈ ഒരു ഡാറ്റ പാക്കറ്റ്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ചേഞ്ചസ് ഒന്നും വരില്ല. നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജസിന് ഒരു ചേഞ്ചസും കൂടാതെ തന്നെ, അല്ലെങ്കിൽ ഒരു എററും കൂടാതെ തന്നെ ആയിരിക്കും റിസീവിങ് എൻഡിൽ കിട്ടുക. ഓക്കെ, നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അതിന് ഓരോന്നും സീക്വൻസ് നമ്പറായിട്ട് കൊടുക്കും. ഓരോ പാക്കറ്റ്സിൻ്റെ കൂടെയും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. സോ ഈ നമ്പർ കൊടുക്കുന്ന സമയത്ത് റിസീവിങ് എൻഡിലെത്തുമ്പോഴേക്കും ഈ സീക്വൻസ് നമ്പറിനനുസരിച്ച് അത് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ സെൻഡ് ചെയ്തിട്ടുള്ള ഡാറ്റേൻ്റെ ഓർഡർ എങ്ങനെയാണോ അതുപോലെ തന്നെ റിസീവിങ് എൻഡിലും ഈ ഒരു ഡാറ്റിനെ കിട്ടും. ഓക്കെ, ഇഫ് എനി പാക്കറ്റ് ഈസ് മിസ്സിങ് ഓർ കറപ്റ്റഡ് then the message will send to the resend the message. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിനൊരു കറക്റ്റ് പാത്തൊന്നുമില്ല അല്ലേ. ഷോർട്ടസ്റ്റ് പാത്ത് ഏതാണോ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡാറ്റ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇൻ കേസ് ഏതെങ്കിലും ഒരു സീക്വൻസ് നമ്പറിലുള്ള പാക്കറ്റ് നമുക്ക് മിസ്സിങ് ആണ്, അല്ലെങ്കിൽ അത് കറക്റ്റല്ല, എന്തെങ്കിലും ഒരു ഫെയിലിയർ വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള സമയത്ത് റിസീവർ എന്ത് ചെയ്യും, വീണ്ടും ഒരു അക്നോളജ്മെൻറ്റ് കൊടുക്കുകയാണ്, ഇന്ന സീക്വൻസ് നമ്പറിലുള്ള പാക്കറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു അക്നോളജ്മെൻറ്റ് സെൻറ്ററിലേക്ക് പാസ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് സെൻറ്റർ എന്ത് ചെയ്യും, അത് വീണ്ടും റീട്രാൻസ്മിറ്റ് ചെയ്യും. അത് റീട്രാൻസ്മിറ്റ് ചെയ്തിട്ട് അതിന് കറക്റ്റ് ഓർഡർ ആക്കിയിട്ട് വീണ്ടും എന്ത് ചെയ്യാണ്, റിസീവിങ് എൻഡിൽ അത് കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് പാക്കറ്റ്. അപ്പോൾ നമ്മൾ മെയിൻലി സ്വിച്ചിങ്ങിൽ 3 ടൈപ്പ് ഓഫ് സ്വിച്ചിങ് ടെക്നിക്സ് പഠിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ സർക്യൂട്ട് സ്വിച്ചിങ്ങിൽ എന്തുണ്ടായിരിക്കും, ഒരു ഡാറ്റ പാത്ത് ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യും. ആ പാത്തിൻ്റെ ബേസിലായിരിക്കും പിന്നെ ഡാറ്റ ട്രാൻസ്ഫറിങ് നടക്കുക. ഓക്കെ, അങ്ങനെ ഡാറ്റ ട്രാൻസ്ഫറിങ് നടക്കുന്ന സമയത്ത് എപ്പോഴാണോ നമ്മളെ കണക്ഷൻ ഡിസ്കണക്റ്റഡ് ആവുന്നത് അതുവരെ എന്തുണ്ടായിരിക്കും, ആ പാത്ത് അവിടെ എക്സിസ്റ്റഡ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് മെസ്സേജ് സ്വിച്ചിങ് പഠിച്ചു. മെസ്സേജ് സ്വിച്ചിങ്ങിൻ്റെ കേസിൽ എന്താണ്,
ഇതുപോലെയുള്ള ഡാറ്റ ഒരു പാത്തൊന്നും അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആവില്ല. മെസ്സേജസ് ഏത് പാത്തിലൂടെ വേണമെങ്കിലും പോവാനായിട്ട് പറ്റും. ഓക്കെ, അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാത്തുകൾ ഒരേ മെസ്സേജ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് ടൈപ്സ് പാത്തിലൂടെ മൂവ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഫൈനലി പറയുന്നതാണ് പാക്കറ്റ് സ്വിച്ചിങ്. പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പാക്കറ്റ് ആക്കി ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പാക്കറ്റിനും നമ്മൾ ഷോർട്ടസ്റ്റ് പാത്തിലൂടെ മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്തിട്ട് റിസീവിങ് എൻഡിൽ കൊടുക്കുന്ന ടെക്നിക്കാണ് പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഒരു ഇൻ്റർഫേസസ് കുറച്ച് ഐറ്റംസ് കൂടെ പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്വിച്ചിങ് ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഓക്കെ, താങ്ക് യു.